കരിമീൻ തിളപ്പിച്ചത് ഈസി ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കഴുകി നല്ലോണം ചതയ്ക്കണം. എന്നിട്ട് നമുക്ക് മുളക് രണ്ടായിട്ട് കട്ട് ചെയ്യണം. 5 മുളക് വേണം കേട്ടോ. കൈ നീളാതെ സൂക്ഷിക്കണം. നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയും ചതയ്ക്കാം. ചട്ടി ചൂടാക്കാൻ വെച്ചോട്ടോ. ഇനി നമുക്ക് ചൂടാവാനും വെയിറ്റ് ചെയ്യാം. ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇതിലേക്ക് ഇടാം. അരിഞ്ഞ പച്ചമുളകും വേപ്പിലയും ഇടാം. ഉള്ളി ചെറിയതായിട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇടാം. ചെറുതായിട്ട് ഇപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനിയും ഗോൾഡൻ ആവണം. കേട്ടോ. ഇനി നമുക്ക് ആദ്യം മഞ്ഞപ്പൊടി ഇടണം. മുളക് പൊടി ഇടാൻ ചെറിയ സ്പൂണാണ് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ 3 സ്പൂൺ ഇടും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. മൂത്ത് കഴിയുമ്പോൾ വെള്ളം ഒഴിക്കണം. ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ ഇടണം. തിളച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് മീൻ ഇടാൻ പാടുള്ളൂ. നേരം കഴിഞ്ഞിട്ട് മീൻ ഇടാം. ഈ മീൻ ഓരോന്ന് ഇട്ട് കൊടുക്കണം. മൂടി വേവിക്കണം. ഗ്ലാസ്സിലേക്ക് കുറച്ച് ചതക്കൊഴിക്കണം. പുളി ആവശ്യത്തിന് ഉണ്ടാകാൻ നോക്കാം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.